JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻസ്പെക്ടർ ലീഗൽ മെട്രോളജി തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ സിലബസ് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റാങ്ക് ഫയൽ ലഭ്യമാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ഇന്ന് നമ്മൾ 10/6/2023 നടന്ന ഇൻസ്പെക്ടർ ലീഗൽ മെട്രോളജി തസ്തികയുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 23 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The smallest change in measured variable to which an instrument will respond is called. അളക്കപ്പെടുന്ന ചരത്തിൽ ഉണ്ടാകുന്ന ഒരു ഉപകരണം പ്രതികരിക്കുന്ന ഏറ്റവും ചെറിയ മാറ്റത്തെ വിളിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The smallest change in measured variable to which an instrument will respond is called. നാല് ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, റെസൊല്യൂഷൻ ആണല്ലേ, റെസൊല്യൂഷൻ. അടുത്ത ചോദ്യം. The non-coincidence of loading and unloading curves is known as. ലോഡിങ്ങും അൺലോഡിങ് വക്രങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേട് അറിയപ്പെടുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോൺ കോയിൻസിഡൻസ് ഓഫ് ലോഡിംഗ് ആൻഡ് അൺലോഡിങ് കർവ്സ് ഈസ് നോൺ ആസ്. നാല് ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഹിസ്റ്ററീസിസ് ആണ്. ഹിസ്റ്ററീസിസ് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. ക്രീപ്പ് എറർ ഒക്വേഴ്സ് ഇൻ. ക്രീപ്പ് എറർ സംഭവിക്കുന്നത്. ക്രീപ്പ് എറർ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നാല് ഓപ്ഷൻ താഴെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്രീപ്പ് എറേഴ്സ് ഒക്വേഴ്സ് ഇൻ എനർജി മീറ്റർ. എനർജി മീറ്റർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. The scale of moving iron instruments are. The scale of moving iron instruments are. നാല് ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ചലിക്കുന്ന ഇരുമ്പ് ഉപകരണങ്ങളുടെ തോത്. ചലിക്കുന്ന ഇരുമ്പ് ഉപകരണങ്ങളുടെ തോത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാല് ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? നോൺ യൂണിഫോം ആണ് അല്ലേ. The scale of moving iron instruments are non uniform. അടുത്ത ചോദ്യം. Moving coil and moving iron instruments can be distinguished from their. ചലിക്കുന്ന കോയില്, ചലിക്കുന്ന ഇരുമ്പ് ഉപകരണങ്ങള് എന്നിവ അവയിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയും. ഏതിൽ നിന്നാണ്? അവയിൽ നിന്നാണ് വേർതിരിച്ചറിയാൻ കഴിയുന്നത്. നാല് ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? മൂവിംഗ് കോയിൽ ആൻഡ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദെയർ സ്കെയില്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഫോർ മെഷറിംഗ് വെരി ലോ റെസിസ്റ്റൻസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ്. അതായത് വളരെ കുറഞ്ഞ പ്രതിരോധം അളക്കുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് ബ്രിഡ്ജ് ആണ് ഉപയോഗിക്കുന്നത്? നാല് ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഫോർ മെഷറിംഗ് വെരി ലോ റെസിസ്റ്റൻസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ്? കെൽവിൻ ബ്രിഡ്ജ്. കെൽവിൻ ബ്രിഡ്ജ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. How many cycles of 15 kHz sinusoidal signal will appear on a CRO screen if the sweep frequency is 3 kHz? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? സ്വീപ്പ് ഫ്രീക്വൻസി 3 kHz ആണെങ്കിൽ ഒരു CRO സ്ക്രീനിൽ 15 kHz സൈനസോയിഡൽ സിഗ്നലിന്റെ എത്ര സൈക്കിളുകൾ കാണപ്പെടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര സൈക്കിളുകൾ കാണപ്പെടും? ഒന്ന് ആലോചിച്ച് നോക്കി. നാല് ഓപ്ഷൻ താഴെയുണ്ട്. 5 സൈക്കിളുകൾ കാണപ്പെടും അല്ലെ. 5 സൈക്കിളുകൾ കാണപ്പെടും. നാല് ഓപ്ഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഇൻ എ ഡ്യുവൽ ബീം ഓസിലോസ്കോപ്പ്, അതായത് ഒരു ഡ്യുവൽ ബീം ഓസിലോസ്കോപ്പിൽ ഡാഷ് ഉണ്ടായിരിക്കും. ഏതുണ്ടായിരിക്കും? നാല് ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇൻ എ ഡ്യുവൽ ബീം ഓസിലോസ്കോപ്പ് there are 2 separate vertical inputs and 1 set of horizontal deflection plates. രണ്ട്, അതായത് ഒരു ഡ്യുവൽ ബീം ഓസിലോസ്കോപ്പില് 2 വ്യത്യസ്ത വെർട്ടിക്കൽ ഇൻപുട്ടുകളും ഒരു സെറ്റ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റുകളും ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം. A 1000 Hz sinusoidal voltage is applied to both X and Y inputs of a CRO.
Which one of the following wave form will appear on its screen? ഒരു CROയുടെ XY ഇൻപുട്ടിലേക്ക് 1000 HZ സൈനസോയിഡില് വോൾട്ടേജ് നൽകുന്നു. അതിന്റെ സ്ക്രീനിൽ താഴെ പറയുന്നവയിൽ ഏത് തരം തരംഗ രൂപമാണ് തെളിയുക? 4 ഓപ്ഷൻ താഴെയുണ്ട്. അതിന്റെ അകത്ത് ഏത് തരത്തിലുള്ള തരംഗ രൂപമാണ് തെളിയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, സ്ട്രെയിറ്റ് ലൈൻ രൂപത്തിലുള്ള തരംഗ രൂപമാണ് തെളിയുക. അടുത്ത ചോദ്യം. From the options below, which of them is not a threat to information security? അതായത് താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് വിവര സുരക്ഷയ്ക്ക് ഭീഷണിയല്ലാത്തത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, അൺചേഞ്ച്ഡ് ഡിഫോൾട്ട് പാസ്വേഡ്. എന്താണ് അൺചേഞ്ച്ഡ് ഡിഫോൾട്ട് പാസ്വേഡ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. Which of the following is a type of cyber attack? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് ഒരു തരം സൈബർ ആക്രമണം? 4 ഓപ്ഷൻ താഴെയുണ്ട്. അതിന്റെ അകത്ത് ഏതാണ് ഒരു തരം സൈബർ ആക്രമണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓൾ ഓഫ് ദ എബോവ്. അതായത് ഫിഷിംഗ്, SQL ഇൻജെക്ഷൻസ്, പാസ്വേഡ് അറ്റാക്ക്, ഇതെല്ലാം സൈബർ ആക്രമണമാണ്. ഓൾ ഓഫ് ദ എബോവ്. അടുത്ത ചോദ്യം. Which of the following is a hacking approach where cyber criminals design fake websites or pages for tricking or gaining additional traffic? അതായത് സൈബർ കുറ്റവാളികൾ ആളുകളെ കബളിപ്പിക്കാനോ കൂടുതൽ ട്രാഫിക് നേടാനോ ആയി വ്യാജ വെബ്സൈറ്റുകളോ പേജുകളോ രൂപകൽപ്പന ചെയ്യുന്ന ഹാക്കിംഗ് രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ, ഫാമിംഗ് ആണല്ലേ, ഫാമിംഗ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. എ ഗ്രൂപ്പ് ഓഫ് ഹാക്കേഴ്സ് ഹു ആർ ബോത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഹാറ്റ്. അതായത് വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ് എന്നീ വിഭാഗങ്ങളിൽ പെടുന്ന ഹാക്കർമാരുടെ ഒരു സംഘം. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ഗ്രൂപ്പ് ഓഫ് ഹാക്കേഴ്സ് ഹു ആർ ബോത്ത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഹാറ്റ്. ഏതാണ്? ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ആണല്ലേ, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അടുത്ത ചോദ്യം. The process or mechanism used for converting ordinary plain text into garbled non-human readable text and vice versa. അതായത് സാധാരണ പ്ലെയിൻ ടെക്സ്റ്റിനെ മനുഷ്യർക്ക് വായിക്കാൻ കഴിയാത്ത അവ്യക്തമായ രൂപത്തിലേക്ക് മാറ്റാനും തിരിച്ചും ഉള്ള പ്രക്രിയയോ സംവിധാനമോ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ക്രിപ്റ്റോഗ്രാഫി ആണല്ലേ, ക്രിപ്റ്റോഗ്രാഫി. അടുത്ത ചോദ്യം. ഡാഷ് പാസ്വേഡ്സ് ആർ ദ ടെക്സ്റ്റ് ലെവൽ ഓഫ് സെക്യൂരിറ്റി. അതായത് ഡാഷ് പാസ്വേഡുകൾ സുരക്ഷയുടെ അടുത്ത ഘട്ടമാണ്. ഏത് പാസ്വേഡുകളാണ്? ബയോസ് പാസ്വേഡ്സ് ആർ ദ നെക്സ്റ്റ് ലെവൽ ഓഫ് സെക്യൂരിറ്റി. ബയോസ് പാസ്വേഡ്സ് ആർ ദ നെക്സ്റ്റ് ലെവൽ ഓഫ് സെക്യൂരിറ്റി. അടുത്ത ചോദ്യം. The Dash is a security app by Microsoft which is a built-in one into Windows OS that is designed to filter network data from your Windows system and block harmful communications or the programs which are initiating them. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ്? അതായത് ഈ ഡാഷ് എന്നത് മൈക്രോസോഫ്റ്റിന്റെ ഒരു സുരക്ഷാ ആപ്പാണ്. ഇത് വിൻഡോസ് OSല് അന്തർനിർമ്മിതമാണ്. ഇത് നിങ്ങളുടെ വിൻഡോസ് സിസ്റ്റത്തിൽ നിന്ന് നെറ്റ്വർക്ക് ഡേറ്റ ചെയ്യാനും അതുപോലെ തന്നെ ദോഷകരമായ ആശയവിനിമയങ്ങളോ അവ ആരംഭിക്കുന്ന പ്രോഗ്രാമുകളും തടയാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഏത് എന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെന്നത് താഴെ പറയുന്ന 4 ഓപ്ഷനിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വിൻഡോസ് ഫയർവാൾ ആണ് കറക്റ്റ് ആൻസർ അല്ലേ, വിൻഡോസ് ഫയർവാൾ. അടുത്ത ചോദ്യം. The gutter margin refers to. Gutter margin refers to. Gutter margin എന്നത് എന്താണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? The gutter margin refers to margin that is added to the binding side of the page when printing. Gutter margin refers to margin that is added to the binding side of the page when printing. An example of email utility. Email utility യുടെ ഒരു ഉദാഹരണം ആണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ ബി ആണല്ലേ ഔട്ട്ലുക്ക് ആണല്ലേ ഔട്ട്ലുക്ക്. അടുത്ത ചോദ്യം സ്പ്രെഡ്ഷീറ്റ്സ് കാനോട്ട് സ്പ്രെഡ്ഷീറ്റുകൾക്ക് കഴിയില്ല. എന്ത് കഴിയില്ല സ്പ്രെഡ്ഷീറ്റുകൾക്ക്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ക്രിയേറ്റ് ഗ്രാഫിക്സ് അല്ലേ. സ്പ്രെഡ്ഷീറ്റ്സ് കാനോട്ട് ക്രിയേറ്റ് ഗ്രാഫിക്സ്. അടുത്ത ചോദ്യം the SI unit for luminous intensity is അതായത് ഈ പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ആണ് ഏത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ കാൻഡില. കാൻഡിലയാണ് the SI unit for luminous intensity is കാൻഡില. അടുത്ത ചോദ്യം which of the following is a consequence of the law of conservation of angular momentum? അതായത് കോണീയം ആക്ക സംരക്ഷണ നിയമത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രതിഭാസം താഴെ പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ആണല്ലേ കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.